ഹലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായ രേണു സുധിയെ സഹമത്സരാർത്ഥിയായ അക്ബർ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന്റെ വ്യാപകമായ വിമർശനം ആകുകയും അതിനെ തുടർന്ന് അക്ബർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വേറൊരു പരാമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കുറി വിമർശനം ഉയർന്നിരിക്കുന്നത് അനുമോൾക്കെതിരെയാണ്. രേണുവിന്റെ തലയിൽ നിറയെ പേനാണ്. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നെറ്റിയിലും കണ്ണിന്റെ മുകളിലും നിന്നും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുമാണ് അനുമോൾ അനുമോൾ പറയുന്നത്. ഇതിനെതിരെ രേണു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് രേണു ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ ഒന്ന് പറഞ്ഞു വിടൂ എന്ന്. എന്റെ തലമുടിക്ക് പ്രശ്നമുണ്ട്, അത് നേരെയാക്കണം, പെട്ടെന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും നേരെയാക്കണം എന്നുമാണ് പറഞ്ഞു പൊട്ടിക്കരയുന്നത്. അതിനിടയിൽ അനുമോൾ വന്ന് പറയുന്നുണ്ട്, ചേച്ചിയെ ഞാൻ അപമാനിച്ചതല്ല, എല്ലാവരുടെയും തലയിൽ പേനുണ്ട്, എന്നാ പക്ഷേ അതൊന്നും രേണുവിന് കേൾക്കാനുള്ള മനസ്സ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ രേണുവിനെതിരെ വ്യാപകമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിന് കാരണം രേണുവിന്റെ തന്ത്രവും നാടകവുമാണെന്നാണ് ചിലർ പറയുന്നത്. ഇനി കുറച്ചു ദിവസത്തേക്ക് സേഫ്റ്റി ടാങ്കിന് ശേഷം 2 ആഴ്ചത്തേക്ക് കരയാനുള്ള കാരണം കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതെല്ലാം പോട്ടെ, രേണുവിന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ലേഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഹൈജീനിക് ഇല്ലാത്തതിന്റെ പേരിലാണ് മുടിക്ക് ഇഷ്യൂസ് വന്നതും പെയിൻ ഉണ്ടായതെന്നും പറഞ്ഞാണ് ആ വീഡിയോ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിനെ ആ വീഡിയോ അയച്ചു കൊടുക്കുകയും രേണുവിന് അത് പേഴ്സണലായിട്ട് കാണിച്ചു കൊടുക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. രേണു സുധി പറയുന്നുണ്ട്, എനിക്കിത് ക്ലിയർ ആക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോക്സിലേക്ക് വരുന്നതിന് കുറച്ച് ദിവസമെങ്കിലും നമ്മൾ അറിയുമില്ലേ, അപ്പോൾ ഇതെല്ലാം പോയി ഒന്ന് ക്ലിയർ ആക്കി വരാമായിരുന്നു എന്നാണ് അഭിപ്രായം. പിന്നെ അനുമോൾ വന്ന് പറയുന്നുണ്ട്, ചേച്ചിയെ എനിക്ക് നേരത്തെ മുതൽ അറിയാമെന്നും ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തിയതല്ല, എല്ലാവരുടെയും തലയിൽ പേൻ ഉണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് അതിനുശേഷം ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കുറച്ചൊക്കെ രേണുസുധിയും മനസ്സിലാക്കണമായിരുന്നു. കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ വരുന്നതെന്നും രേണുസുധിയും മറന്നുപോയി. ഇനി ഇരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? അറിയാനുള്ളതെല്ലാം ആൾക്കാർ അറിയുകയും പറയാനുള്ളത് എല്ലാവരും പറയുകയും ചെയ്തു. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഹൈജീനിക്കിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എനിക്ക് വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോടാനുകോടി ജനങ്ങൾ കേൾക്കാനുള്ളത് കേൾക്കുകയും കാണാനുള്ളത് കാണുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.